ഞാനൊരു എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ കുറെ സെർച്ച് ചെയ്തായിരുന്നു. യൂട്യൂബിൻ്റെ അകത്ത് മാമിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജെഎം അക്കാദമി അതും ചൂസ് ചെയ്തത്. കാരണം ഞാൻ അതിന് മുമ്പ് 2 വർഷം മുമ്പ് ഞാൻ വേറെ അക്കാദമിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരും എനിക്കിങ്ങനെ റീഡിങ്ങും ലിസണിങ്ങിനെ പറ്റിയൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. ജസ്റ്റ് അവർ ഫോക്കസ് ചെയ്ത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെറ്റീരിയൽ തരും, നമ്മൾ അവിടെ വെച്ച് ചെയ്യും, അതിൻ്റെ ആൻസേഴ്സ് തരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇത്രയും ടൈപ്സ് ഉണ്ടെന്നും അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നും എങ്ങനെയാണ് കേൾക്കേണ്ടതെന്നും ഒക്കെ മേഡത്തിന്റെ ക്ലാസ്സിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അല്ല, അത് നേരത്തെ എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് റീഡിങ്ങിന് കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാകുമായിരുന്നു, പക്ഷെ എനിക്കിത് ഫുള്ള് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ മേഡം എന്നെ പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഴയ മെറ്റീരിയലൊക്കെ റീഡ് ചെയ്യുമ്പോൾ ബി പാട്ടും സി പാട്ടും ഒക്കെ എനിക്ക് എൻ്റെ മീനിങ് മനസ്സിലാകാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. അതുവരെ എനിക്ക് അറിയില്ല. നേരത്തെ എഴുതിയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കുറെ ഇങ്ങനെ തന്നെ പഠിക്കുന്നു, സെൽഫ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ബി പാട്ടും സി പാട്ടും കിട്ടുന്നില്ല. പിന്നെ മേഡം മെറ്റീരിയൽ വെച്ച് എ പാട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫുള്ള് ചെയ്യാൻ പറ്റി. അതുവരെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എക്സാമിന് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേനും എനിക്ക് എ പാട്ട് റീഡിങ്ങിന്റെ ഒന്നും കറക്റ്റ് 20 അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പല ക്വസ്റ്റ്യൻസിന്റെയും മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അത് എങ്ങനെയാണ് സ്കിം ആൻഡ് സ്കാനിങ് ഒക്കെ എല്ലാവരും പറഞ്ഞു തന്നാലും എങ്ങനെയാണ് അത് സ്കിം ചെയ്യേണ്ടേ, സ്കാൻ ചെയ്യേണ്ടേ, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതെല്ലാം മാഡം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അത് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം കുറച്ച് ഒരു 11 മിനിറ്റ്സിലൊക്കെ തീർക്കാനായിട്ട് പറ്റി. അങ്ങനെ എനിക്ക് അത് എക്സാം ഹാളിലും അതിങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ബിയും സി പാട്ടിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യം മീനിങ് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം മേഡം ഓരോ എങ്ങനെ വായിച്ചിട്ട് എങ്ങനെ മീനിങ്ങിലോട്ട് എടുക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ യൂസ് ചെയ്തപ്പോൾ അത് ഇച്ചിരി ഈസി ആയിട്ട്. പാട്ട് ഞാൻ പറഞ്ഞു തീരില്ലായിരുന്നു. പാട്ട് ആ 15 മിനിറ്റ്സിൽ എനിക്കൊരു 3-4 ബാലൻസ് കിടക്കുമായിരുന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ പാട്ട് നേരത്തെ ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ സെക്ഷൻ പാട്ടിന്റെ ആദ്യത്തെ നമ്മൾ പാരഗ്രാഫ് എടുക്കുന്നത് മിക്കതും എൻ്റെ തെറ്റിപ്പോകുമായിരുന്നു. പക്ഷെ മേഡം എന്നെ അത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കത് കറക്റ്റ് ആക്കാൻ തന്നെ പറ്റി. അത് എവിടെ നിന്നാണ് എങ്ങനെയാണോ പെട്ടെന്ന് കിട്ടാൻ പറ്റും. എൻ്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ട്, ന്യൂ ബോൺ ബേബി ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോഴും അത് ഉണ്ടായിരുന്നു. അപ്പൊ മേഡം എന്നോട് ചോദിച്ചായിരുന്നു എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോന്ന്. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, കൊച്ചുള്ളതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മേഡം പറഞ്ഞു തന്ന മെത്തേഡ് വെച്ച് ഞാൻ ചെയ്യും. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഏപ്പാട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞാൻ ഒത്തിരി എന്നും 2-3 മെറ്റീരിയലൊക്കെ ചെയ്യുന്നല്ലാതെ എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല, ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മെത്തേഡൊക്കെ അറിഞ്ഞ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ നല്ലതുപോലെ എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന്. ജെഎം അക്കാദമിയിൽ മാഡം എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചില അക്കാദമിയിൽ കൂടുതലും ഗ്രാമറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ മാം അങ്ങനെയല്ല. പിന്നെ ചിലതിന് കമ്പൽസറി ആയിട്ട് ഈ കുറെ വൊക്കാബുലറീസ് കാണാൻ പഠിക്കണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ മാം അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കറിയാവുന്ന വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടതെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പാട്ട് എങ്ങനെ ലിസൺ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളുടെ എക്സാമിന് ഇച്ചിരി സ്പീഡാണെങ്കിൽ പോലും മേഡം പറഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റോറി കേൾക്കുന്ന പോലെ കേട്ടതുകൊണ്ടാണ് ഇത്രയും കിട്ടിയതെന്ന് തോന്നുന്നു. മറ്റേ ലിസണിങ് ക്ലാസ്സിലൊന്നും എങ്ങനെയാ കേൾക്കേണ്ടതെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പഠിച്ച അക്കാദമിയിൽ അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. മാമാണ് അത് എങ്ങനെയാ കേൾക്കേണ്ടത്, ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ ആദ്യം തന്നെ 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ആകുകയില്ലായിരുന്നു. മൊത്തം ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിച്ചു തീർക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല. പക്ഷെ മാം അത് പറഞ്ഞു വെച്ചിട്ട് ഓപ്ഷൻസ് വായിക്കാൻ പറ്റി. ഞങ്ങൾ അങ്ങനെ കീവേഡൊക്കെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ എവിടെയാണ് ആ കീവേഡ് പറയുന്നത് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ച് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് സ്പീഡ് ചെയ്യാൻ പറ്റി ലിസണിങ്ങിന്റെ പാട്ട്. എനിക്ക് പഠിക്കാൻ വരുന്ന പാട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്, ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. സ്കിം ആൻഡ് സ്കാന് വരെ ഞാൻ അതിന് തൊട്ട് മുമ്പായിട്ടാണ് അറിഞ്ഞത്. ഈ ക്ലാസ്സിന് മുമ്പായിട്ട് ചുമ്മാ വേറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് അങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. അപ്പം മേഡം അത്രയും ടൈപ്സ് റീഡിങ്ങിനും ലിസണിങ്ങിനുള്ള ആ ടൈപ്സ് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് ആൻസേഴ്സ് കണ്ടുപിടിക്കണമെന്ന് മേഡം അത് കുറെ ക്ലാസ്സുകൾ എടുത്ത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തത് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ എവിടെയാണ് ആൻസേഴ്സ് ഏപ്പാട്ടിൽ വരണേന്ന് പറയുന്നതും. ഇപ്പം ചില ആൻസേഴ്സ് ഒക്കെ ഹെഡിങ്ങിന്റെ ഹെഡിങ്ങിലായിരിക്കും, അതിന്റെ താഴെ ആയിരിക്കും. അങ്ങനെ ഓരോന്നും മാഡം പറഞ്ഞു തന്നായിരുന്നു. അങ്ങനത്തെ ഒക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാം പറഞ്ഞു തന്നുകൊണ്ടാണ്
ഞാൻ ആദ്യം അത് തെറ്റെഴുതിയിട്ട് മാം പറഞ്ഞു തന്നു വെച്ചിട്ട് അത് പിന്നെ തിരുത്താൻ പറ്റി. അത് കറക്റ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശരിക്കും ഫസ്റ്റ് തന്നെ എനിക്ക് റീഡിങ്ങിന് കിട്ടിയത്. കാരണം ആദ്യമേയൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിന് ഒത്തിരി സമയം പോകുന്നുണ്ടായിരുന്നു. ഏതാ മൊത്തം ഞാൻ വായിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മാം പറഞ്ഞതനുസരിച്ച് എല്ലാത്തിനെയും ആദ്യം വായിച്ചിട്ട് എന്താണ് മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു ഓവറോൾ കണ്ടിട്ട് മനസ്സിലിങ്ങനെ വെച്ചിട്ട് നമ്മളത് എഴുതുമ്പോൾ പെട്ടെന്ന് സമയം എനിക്ക് അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റിയായിരുന്നു. എ പാർട്ടിന്റെ 1 to 7 പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എ പാർട്ട് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻറ് ഉണ്ടായിരുന്നു. മാമിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു 80% ഉണ്ടായിരുന്നു. എന്താണേലും കിട്ടുമോ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പോയത്. പിന്നെ 80% പ്രാക്ടീസ് ചെയ്തതിന്റെ മാം തന്ന അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനത്തെ ആണ് വന്നത്. കാരണം പഴയതൊക്കെ ഞാൻ കുറെ നാള് ചെയ്തതിന്റെ ആൻസർ എവിടെയാണ് അത് ഫുള്ള് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ മാം ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കുറെ മെറ്റീരിയൽ തരുന്നത് കൊണ്ട് ഞങ്ങൾക്കത് സ്പീഡായിട്ട് ചെയ്യാനും പറ്റി. ആ സെയിം മോഡലിൽ മാഡം പറഞ്ഞതുപോലെ തന്നെയുള്ള ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതായത് ചില ക്വസ്റ്റ്യൻസ് പാരാബോസ് ഉണ്ട്, എവിടെയാണ്, എങ്ങനെയാണ്, MG അത് എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു. മാമിന്റെ ക്ലാസ് വഴി അതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ആദ്യം തന്നെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. എനിക്ക് എന്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാം കറക്ഷൻ ചെയ്യുമ്പോഴെല്ലാം പറയും ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രദ്ധിച്ച് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. മാം അവിടുത്തെ ക്രൂവിന്റെ കറക്ഷൻസ് എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് നല്ലതായിരുന്നു മാം. എനിക്ക് കിട്ടിയത് ഹരിത മാഡവും സെലിം മാഡവും ആയിരുന്നു. അവർ നന്നായിട്ട് തന്നെ കറക്ഷൻ തരുന്നുണ്ടായിരുന്നു. അവർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഓൾറെഡി ഞാൻ എക്സാം എഴുതിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ വന്ന് പറഞ്ഞു ഇങ്ങനെ റീഡിങ്ങും ലിസണിങ്ങും പാടാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞായിരുന്നു JM അക്കാദമി നല്ലതാണ്, ക്ലാസ്സസ് നല്ലതാണ്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി മാമിന്റെ ക്ലാസ്സിൽ. എനിക്ക് മനസ്സിലായി. എനിക്ക് മഗപ്പ് ചെയ്യാൻ അറിയില്ല മാം, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്കത് മനസ്സിലായി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ എൻ്റെ തലയിൽ ഇരിക്കത്തുള്ളൂ. മേഡം പറഞ്ഞു തന്നു കേട്ട് എനിക്കത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റി. പിന്നെ ഇത്രയും കുട്ടിയുണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ വർക്കുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് മാമിന്റെ ക്ലാസ് അത് പറഞ്ഞു തന്ന് മനസ്സിലാക്കിയോണ്ട് മാത്രമാണ് എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റിയത്. എനിക്കതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് JM അക്കാദമി നല്ലൊരു അക്കാദമിയാണ്. നന്നായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും മാം. മാമിന്റെ ക്ലാസ്സും പിന്നെ കോർഡിനേറ്റേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എല്ലാ വീക്കിലും നല്ല പുതിയ മെറ്റീരിയൽ തരും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലാരിഫൈ ചെയ്ത് എന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് മാം. സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഒരു ഡ്രീമായിരുന്നു, കുറെ നാളായിട്ടുള്ള ഡ്രീമായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം കയറിപ്പോകുമ്പോൾ നമ്മൾ മാത്രം. എനിക്ക് ആദ്യമേ ലിസണിങ്ങിനൊക്കെ എപ്പോഴും തന്നെ C ആയിരുന്നു. C എന്ന് പറഞ്ഞാൽ ചിലപ്പം 270 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ റീഡിങ്ങും അതുപോലെ തന്നെ 2 പ്രാവശ്യം എഴുതിയിട്ട് 1 പ്രാവശ്യം ലിസണിങ്ങിന് പോയി, പിന്നെ റീഡിങ്ങിന് പോയി. അങ്ങനെയാണ്. പക്ഷേ 2 പ്രാവശ്യം ഇപ്രാവശ്യം എനിക്കത് എടുക്കാൻ പറ്റി. അത് JM അക്കാദമിയുടെ മാത്രം ക്രെഡിറ്റ് ആണ്. അപ്പം പിന്നെ ഇവിടുത്തെ ടൈമിംഗ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് കൊച്ചു ഉറങ്ങിക്കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പം ഞാൻ മാത്രമല്ല, ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അപ്പം ടേക്ക് കെയർ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ മാഡത്തിന്റെ ടൈമിംഗ് പക്കയായിരുന്നു. അതുകൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റി. ഞാനാണെങ്കിൽ മാഡത്തിന്റെ ക്ലാസ് കണ്ടിട്ടാണ്, യൂട്യൂബിൽ കണ്ടിട്ടാണ് JM അക്കാദമി സെലക്ട് ചെയ്തത്. അപ്പം എനിക്കും സംശയം ഉണ്ടായിരുന്നു, ഈ റീഡിങ് ലിസണിങ് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. ഇത്ര നാൾ അങ്ങനെ ഡീപ്പായിട്ട് ആരും പഠിപ്പിക്കത്തില്ല, അതും ഓൺലൈനിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ റീഡിങ് ലിസണിങ്ങിന്റെ മൊത്തം ക്ലാസ് എടുക്കുന്നത് ജിഷ മാം തന്നെയാണ്. മാമിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഒത്തിരി സ്റ്റുഡൻസ് ഇല്ല. മാം എല്ലാവരുടെയും പേരെടുത്തെടുത്ത് വിളിച്ച് ഓരോ പാരഗ്രാഫും വായിപ്പിച്ച് അതിന്റെ മീനിങ് ചോദിച്ച് അത് തെറ്റിപ്പോയാൽ അത് ക്ലാരിറ്റി ചെയ്ത് അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഒത്തിരി പഠിപ്പിക്കാതെ എല്ലാം, പക്ഷെ പഠിപ്പിക്കുന്ന നല്ല എഫക്റ്റീവായിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. മാമിന്റെ ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു റീഡിങ്ങിനും ലിസണിങ്ങിനും. നല്ല എഫക്റ്റീവ് ആയിരുന്നു. വൊക്കാബുലറി ആണെങ്കിലും ചില ക്ലാസ്സിലൊക്കെ ഒത്തിരി പഠിക്കണം എന്ന് പറയും. പക്ഷെ മാം ആണെങ്കിൽ വൊക്കാബുലറി അത്യാവശ്യം പഠിക്കേണ്ടത് മാത്രം പറഞ്ഞു അതിന്റെ ഇമ്പോർട്ടൻ്റ് അർത്ഥവും അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ ഓർത്ത് വെക്കാം എന്നുള്ള ഒരു ചെറിയ ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്ന് എക്സാമ്പിളിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ വൊക്കാബുലറി ഒക്കെ പഠിക്കാനും ഒക്കെ പറ്റുന്നു. എല്ലാം പറഞ്ഞു തന്നു മാം. എല്ലാം പറഞ്ഞു എല്ലാവരെക്കൊണ്ടും ചെയ്യിപ്പിച്ചു, വായിപ്പിച്ചു. തെറ്റുള്ളത് മാഡം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ആക്കി എല്ലാം ക്ലിയർ ആയിട്ടാ പോയേ മാം. കാരണം ഒറ്റയ്ക്കിരുന്ന് എല്ലാവരുടെയും ഡൗട്ട് വരുമ്പോൾ നമുക്കും ചിലപ്പോൾ ആ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും അത് ചോദിക്കും, ഇപ്പം മാം അത് ക്ലിയർ ചെയ്ത് തരും. നമ്മുടെ ഡൗട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ പറ്റും. ലൈവ് ക്ലാസ് ഒക്കെ എല്ലാം ലൈവ് ക്ലാസ് ആയിരുന്നു. വേറെ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും ഇല്ലായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു.